നമസ്കാരം. UDF-ൽ ഘടകകക്ഷികളിൽ RSP പിളർപ്പിലേക്ക്. RSPയെക്കുറിച്ച് നാം പറയുമ്പോൾ RSP തിരുവനന്തപുരത്ത് പേട്ട മുതൽ കൊല്ലം വരെ മാത്രമുള്ള, അങ്ങേയറ്റം പോയാൽ കരുനാഗപ്പള്ളി വരെ മാത്രമുള്ള പാർട്ടി എന്ന് അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ കളിയാക്കും എന്നുണ്ടെങ്കിലും ശ്രീകണ്ഠൻ നായർ തുടങ്ങി ബേബി ജോൺ തുടങ്ങി ഇന്നിപ്പോൾ ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രൻ വരെ നിൽക്കുന്ന RSPയെക്കുറിച്ച് RSPയെ അങ്ങനെയങ്ങ് കേരള രാഷ്ട്രീയത്തിന് എഴുതി തള്ളാനാകില്ല. അപ്പോൾ നാം ഇവിടെ പറയുന്നത് RSP പിളർപ്പിലേക്ക്. എന്തുകൊണ്ടെന്നല്ലേ, RSPയുടെ ഷിബു ബേബി ജോൺ, അതായത് മഹാനായ നേതാവ്, അതായത് RSPയുടെ മഹാനായ നേതാവ് ബേബി ജോൺ എന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ RSPയുടെ നേതാവ് ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ കഴിഞ്ഞ 2 തവണയായി ചവറയിൽ തോൽക്കുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പാർട്ടിക്കാരും കോൺഗ്രസും ചവറയിൽ തോൽപ്പിക്കുന്നത് കൊണ്ട് തനിക്ക് കൊല്ലം മണ്ഡലത്തിലേക്ക് തനിക്ക് മത്സരിക്കണമെന്നും തനിക്കവിടെ സീറ്റ് തന്നില്ലെങ്കിൽ താൻ LDFൻ്റെ സ്വതന്ത്രനായി കൊല്ലത്ത് മത്സരിക്കും എന്നും ഷിബു ബേബി ജോൺ ഏതാണ്ട് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം അദ്ദേഹം തനിക്കവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലം അവരുടെ മെയിൻ കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് സീറ്റാണെന്നും അവിടെ കോൺഗ്രസ്സിന് അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നും അവരുടെ നേതൃത്വം ഈ പറയുന്ന രീതിയിൽ ഷിബു ബേബി ജോണിനെ അറിയിക്കുകയും അതിലാണ് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തെ ചൊടിപ്പിച്ചതും അദ്ദേഹം പിന്നെ ഈ പറയുന്ന രീതിയിൽ LDFയിലേക്ക് അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോകും എന്നും അവരെ കോൺഗ്രസ് നേതൃത്വത്തെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയേണ്ടി വരും. CPM-നെ സംബന്ധിച്ച് CPM-ന് അവിടെ ഇപ്പോൾ ഒരു നല്ല മുഖത്തെ സ്ഥാനാർത്ഥിയായി കിട്ടാൻ വളരെ പ്രയാസമാണ് താനും. അതായത് മുകേഷ് എന്ന സിനിമാ താരത്തെ ആദ്യത്തെ തവണ കൊണ്ട് നിർത്തിയതിനേക്കാൾ വളരെ പ്രയാസപ്പെട്ടാണ് പാർട്ടി അണികൾ അദ്ദേഹത്തെ ജയിപ്പിച്ചത്. ആയതുകൊണ്ട് തന്നെ മുകേഷിനെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാനോ അല്ലെങ്കിൽ ആ പറയുന്ന ഇലക്ഷൻ്റെ ഒരു ഭാഗത്തേക്കും അടുപ്പിക്കരുതെന്നും സാധാരണ പാർട്ടി പ്രവർത്തകർ ഏതാണ്ട് ജില്ലാ ഘടകത്തെ അറിയിച്ചു കഴിഞ്ഞു, കൊല്ലം ജില്ലാ ഘടകത്തെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നീടുള്ളത് ബാലഗോപാലാണ്. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ മത്സരിച്ചാൽ തന്നെ ജയിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഷിബു ബേബി ജോണിനെ അതായത് ബേബി ജോണിനെ പോലെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം, അതായത് EK നായരുടെ കാലഘട്ടത്തിൽ, EMSൻ്റെ കാലഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം CPM-നൊപ്പം ഒരു വേള വളരെ ചേർന്ന് നിന്ന ബേബി ജോൺ, ചന്ദ്രചൂഡൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്ന, വാമദേവൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്ന കൊല്ലത്തെ ശക്തിയായിരുന്ന പാർട്ടിയുടെ, അതായത് ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണിനെ CPM അദ്ദേഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ, അതായത് RSP ഇപ്പോൾ ഏതാണ്ട് പല കഷ്ണങ്ങളായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാനും അദ്ദേഹത്തിനെ കൊല്ലത്ത് നിർത്താനും പാർട്ടി ചിലപ്പോൾ ആലോചിച്ചേക്കാം, അതായത് CPM ആലോചിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി വരെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ വളർന്ന നരേന്ദ്രമോദിക്ക് വരെ ഇഷ്ടപ്പെട്ട NK പ്രേമചന്ദ്രൻ തൻ്റെ ഡൽഹി വാസം ഉപേക്ഷിച്ച് തിരികെ കേരളത്തിൽ ചവറയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചവറയിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകും, അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയും. അപ്പോൾ RSPയിൽ ഷിബു ബേബി ജോണിൻ്റെ മന്ത്രിമോഹം നടക്കാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു, ഈ പറയുന്ന രീതിയിൽ പ്രേമചന്ദ്രനെ കേരളത്തിലേക്ക് കൊണ്ടുവരരുത്, തനിക്കിവിടെ മത്സരിക്കണം, അദ്ദേഹത്തിന് മന്ത്രിയാകണം എന്ന മോഹവും UDF-ൽ അവരുടെ ഘടകകക്ഷിയിൽപ്പെട്ട RSP B ആയുടെ നേതാവായ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യവും ജയിക്കണം, മന്ത്രിയാകണമെന്ന മോഹവും ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും പ്രേമചന്ദ്രനെ ചവറയിൽ നിർത്തണമെന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുമ്പോൾ തന്നെ RSP B വീണ്ടും 2 കഷ്ണമാകുമോ അതോ ഇനി എന്തായിത്തീരും RSPയുടെ ഭാവി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും കൊല്ലം കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് സീറ്റും ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കാനിരിക്കുമ്പോഴും CPM-ന് മുകേഷ് ഉണ്ടാക്കി വെച്ച പേരുദോഷം ഇനി അവിടെ ആരെ മത്സരിപ്പിക്കണം എന്നുള്ളത് CPM-ൻ്റെ മുന്നിൽ ഒരു കീറാമുട്ടിയാകുന്നു. മുകേഷ് എന്ന തലവേദന ഉള്ളത് കൊണ്ട് തന്നെ ഷിബു ബേബി ജോണുമായി ചില ഉഭയകക്ഷി ചർച്ചകൾ ഇതിനോടകം തന്നെ CPM-ൻ്റെ ജില്ലാ നേതൃത്വം കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മോഹം നടത്തിക്കൊടുക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞതായി കേട്ടുകേൾവിയും കരക്കമ്പിയുമൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്തായിത്തീരും RSP Bയുടെ അവസ്ഥ എന്ന്.